ദിസ് ഈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ആൻ തോട്ട്സ്. ഇന്ന് നമുക്ക് കാനഡയിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് ഇവൻറ്റ്സ് ആയിട്ടുള്ള കാൽഗറി സ്റ്റാമ്പീഡ് കാണാൻ വേണ്ടി പോകാം. രാവിലെ തന്നെ പോകണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഒരുങ്ങി ഇറങ്ങിയൊക്കെ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു ഉച്ച കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിലെ എല്ലാവരും ഇന്നില്ല, ഞങ്ങളൊരു പകുതി പേരെ ഇന്ന് കാൽഗറിക്ക് പോകുന്നുള്ളൂ. ആദ്യം തന്നെ ഞങ്ങളൊരു മെക്ഡിയിൽ കയറി അത്യാവശ്യം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമായിരുന്നു സ്റ്റാമ്പീഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോയത്. മില്യൺസ് ഓഫ് പീപ്പിളാണ് ഈ ഒരു പരിപാടിക്ക് വേണ്ടി ഈ ഒരു ദിവസങ്ങളിൽ ഇവിടെ വന്നു പോകുന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ട്രാഫിക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സോ നമ്മൾ ഡൽഹൌസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രാൻസിറ്റ് സ്റ്റേഷനിൽ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് ഒരു ട്രെയിൻ റൈഡ് എടുത്തിട്ടാണ് ഈ സ്റ്റാമ്പീഡ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗോ എക്സ്പ്ലോർ ദ ഗ്രേറ്റസ്റ്റ് ഔട്ട്ഡോർ ഷോ ഓൺ എർത്ത് ടുഗെദർ. അങ്ങനതേ നമ്മൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ആ ഒരു ട്രെയിൻ റൈഡൊക്കെ കഴിഞ്ഞ് ഇവിടെ സ്റ്റാമ്പീഡ് പാർക്കിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത് തന്നെ എർത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഔട്ട്ഡോർ ഷോ എന്നാണ് അറിയപ്പെടുന്നത്. കാനഡയിൽ എല്ലാ വർഷവും ജൂലൈ മാസത്തിൽ 10 ദിവസം നീളുന്ന ഒരു ആനുവൽ ഫെസ്റ്റിവലായിട്ടാണ് കാൽഗറി സ്റ്റാമ്പീഡ് നടക്കുന്നത്. ഈ കാണുന്ന തിരക്ക് അത്രയും ഈ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ഈ സ്റ്റാമ്പീഡ് പാർക്കിലേക്ക് പോകാനുള്ളതാണ് കേട്ടോ. Stampede is such a great gathering place for people around the world. കാനഡയുടെ വെസ്റ്റേൺ ഹെറിറ്റേജ് കൾച്ചറാണ് ഇവർ ഈ സ്റ്റാമ്പീഡിലൂടെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. മ്യൂസിക് ഷോസ്, പരേഡ്സ്, റോഡിയോ, സ്റ്റേജ് ഷോസ്, കോൺസേർട്സ്, ഫുഡ്, ബിസിനസ്, എക്സിബിഷൻ ഹാൾ, അഗ്രികൾച്ചറൽ ഫെസ്റ്റ്, അങ്ങനെ ഒത്തിരി ഇവൻറ്റ്സ് കമ്പൈൻ ചെയ്യുന്ന ഒരു മാസ്സായിട്ടുള്ള ഗ്രേറ്റ് ഫെസ്റ്റിവലാണ് കാൽഗറി സ്റ്റാമ്പീഡ് എന്ന് പറയുന്നത്. നമുക്കിതിൻ്റെ അകത്തേക്ക്, അതായത് സ്റ്റാമ്പീഡ് നടക്കുന്ന സ്റ്റാളിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഒത്തിരി സെക്യൂരിറ്റി ചെക്ക്-ഇൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബാഗുകളും സാധനങ്ങളും ഫുൾ അവർ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ അകത്തേക്ക് കടത്തി വിടത്തുള്ളൂ. അങ്ങനെ 1 or 2 റൗണ്ട്സ് ഓഫ് സെക്യൂരിറ്റി ചെക്സ് കടന്നിട്ടേ നമുക്ക് ഈ സ്റ്റാമ്പീഡ് പാർക്കിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. അങ്ങനെ വലിയ ലൈനപ്പിനും സെക്യൂരിറ്റി ചെക്കിനൊക്കെ ശേഷം നമ്മളും ഇതിൻ്റെ അകത്ത് കയറി. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വലിയൊരു എക്സിബിഷൻ ഹാളിലേക്കായിരുന്നു പോയത്. ഒത്തിരി സ്റ്റാളുകളും കാര്യങ്ങളും ഫുഡുമൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഈ എക്സിബിഷൻ ഹാളിൻ്റെ ഉള്ളിലുള്ള പല പല സ്റ്റാളുകളിലും കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് എന്നൊക്കെ കണ്ടും കേട്ടുമൊക്കെ നമ്മൾ കുറച്ച് സമയം നടന്നു. ഈ കാണുന്ന വേൾഡ് മാപ്പിൽ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് പ്ലേസ് പിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒബ്വിയസ്ലി ഞങ്ങളുടെ കേരളത്തിൽ പിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഈ കാണുന്നത്. കുറച്ച് ആളുകളൊക്കെ കേരളമൊക്കെ അത്യാവശ്യം പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളായിട്ടും ഒട്ടും കുറച്ചിട്ടില്ല. ഞങ്ങളും ഒരു പിന്ന് കേരളത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദെൻ നമ്മൾ വീണ്ടും ഈ സ്റ്റാളിൽ കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാൻ വേണ്ടി തുടങ്ങി. ഒത്തിരി ലൈവ് ഷോകളും മ്യൂസിക്കൽ ഇവൻറ്റ്സും അതുപോലെ ഡാൻസ് പെർഫോമൻസും ഇൻസ്ട്രുമെൻസും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നടന്ന് നമ്മൾ ഒരു ഇന്ത്യൻ സ്റ്റോൾ കണ്ടു. ഹെന്ന ആർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ട്രഡീഷണൽ ഐറ്റംസൊക്കെയുള്ള ചെറിയൊരു ഇന്ത്യൻ സ്റ്റോൾ. ആൻഡ് ദെൻ വി ട്രൈഡ് അവർ ഫസ്റ്റ് ഫുഡ് ഇൻ സ്റ്റാമ്പീഡ്. ഒരു സ്ട്രോബെറി ചോക്ലേറ്റ് പിസ്താഷ്യോ കപ്പായിരുന്നു അത്. ഞങ്ങളുടെ പകുതി പേരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മെയിനായിട്ട് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതായിരുന്നു. ബാക്കി പലരുടെയും ഉദ്ദേശം ഇവിടുത്തെ റൈഡുകളും കാര്യങ്ങളുമൊക്കെ എൻജോയ് ചെയ്യുക എന്നുള്ളതായിരുന്നു. ഡെഫിനറ്റ്ലി ഞാനിതിൽ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു ഇന്ന്. നമ്മൾ ആക്ച്വലി ലാസ്റ്റ് ഇയറും സ്റ്റാമ്പീഡിന് വന്നിട്ടുണ്ടായിരുന്നു. ഹോപ്പ്ഫുള്ളി എല്ലാ വർഷവും വരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കാം നമുക്ക്. ആൻഡ് ദെൻ നെക്സ്റ്റ് നമ്മൾ അടുത്തൊരു ജമൈക്കൻ റൈസ് ബൗളായിരുന്നു ട്രൈ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ ഞാനിന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന കൂട്ടത്തിലായിരുന്നു. അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ട്രൈ ചെയ്തായിരുന്നു കേട്ടോ. സ്റ്റാമ്പീഡിൻ്റെ മറ്റൊരു വലിയ അട്രാക്ഷനാണ് ഈ ഗെയിംസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പല സ്റ്റാളുകളിലായിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഗെയിംസ് ഉണ്ട്. ഇനി ചില സ്റ്റാളുകളിൽ ഗാംബ്ലിങ് പോലെയുള്ള രീതിയിലുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കളിച്ച് നമ്മൾ വിൻ ചെയ്യുവാണെങ്കിൽ ഈ മേലെ കാണിച്ചിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റഫീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുക. അപ്പോൾ അത് ആദ്യത്തെ ഒരു കളിയിൽ നമുക്ക് ഈ ഒരു പിക്കാച്ചുവിനെ വിൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിക്കാച്ചുവിനെ കിട്ടിയ സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് ഒരു ചെറിയ കൊച്ചൻ്റെ അടുത്ത് വന്നിട്ട് ആൾക്ക് പിക്കാച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കൂടെ ഈ പിക്കാച്ചുവിനെ വെച്ചൊരു പിക്ചർ എടുത്തോട്ടെ എന്ന് ചോദിച്ചാൽ ആളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആൾക്ക് ആ ഒരു പാവ ഗിഫ്റ്റ് ചെയ്തു കേട്ടോ. അത് കിട്ടിയപ്പോൾ ആളുടെ സന്തോഷം കാണണമായിരുന്നു. ആൻഡ് ലേറ്റർ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആളെ പാവയായിട്ടുള്ള പിക്ചറും കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെ ബാക്ക് ടു ഗെയിംസ്. ഈ ഗെയിംസ് അട്രാക്ഷൻ മാത്രമല്ല, നമ്മുടെ കയ്യിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഇറങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഈ നടപ്പും കഴിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പല പല സ്റ്റാളുകളും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അടുത്തതായിട്ട് ട്രൈ ചെയ്ത മെയിൻ ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു സ്മോക്ഡ് ജംബോ ടർക്കി ലെഗ്സ് എന്ന് പറയുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല സാധനം, പക്ഷേ ഭയങ്കര ഹെവിയാണ്, ഭയങ്കര വലുതുമായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും കുറേ ഫുഡുകളും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ ഞങ്ങൾ നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് അത്യാവശ്യം വലിയ ആളുകളൊക്കെ കൂടിയൊരു സ്ഥലത്ത് നല്ലൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റൽ ഇവൻറ്റ് കണ്ടത്. ഇത് ഭയങ്കര അടിപൊളിയൊരു പരിപാടിയായിരുന്നു. മോർ ദാൻ 100 ടൈംസ് ഇവർ ഈ 10 ഡേയ്സിൻ്റെ ഇടയിൽ പെർഫോം ചെയ്യാറുണ്ട് പോലും. അതായത് ഒരു ദിവസം തന്നെ ഇവർ ഒത്തിരി പ്രാവശ്യം പെർഫോം ചെയ്യാറുണ്ട്. പോരാത്തതിന് ഇതിൻ്റെ പ്രാക്ടീസ് സെഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രീതിയിൽ എഫോർട്ട് എടുത്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഈ ഒരു മ്യൂസിക് ഇവൻറ്റ്. ഞങ്ങളും അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഈ ഒരു ഇവൻറ്റ്.
ആ ഒരു ഇവൻറ്റിന് ശേഷം ഞങ്ങൾ വീണ്ടും ഈ സ്റ്റാളുകളിൽ കൂടിയും എക്സിബിഷനിൽ കൂടിയൊക്കെ വീണ്ടും നടക്കാൻ തുടങ്ങി. ഈ കാണുന്ന ഫുഡുകളൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തതായിരുന്നു കേട്ടോ. അങ്ങനെ പയ്യെ ഇരുട്ടായി തുടങ്ങി. അപ്പോൾ കുറച്ചും കൂടെ ഒരു നൈറ്റ് ടൈമിൽ സ്റ്റാമ്പീഡ് കാണാൻ ഭയങ്കര അടിപൊളിയാണ്. കാരണം ഇതെല്ലാം ലൈറ്റപ്പ് ചെയ്യും, ഒത്തിരി മ്യൂസിക്കും കാര്യങ്ങളും ഈ ലൈറ്റ്സും ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു ഒരു നൈറ്റ് ടൈം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും ഈവനിങ് ടൈമിലൊക്കെ ആയിട്ട് ഇവിടെ പല മ്യൂസിക് കോൺസേർട്ടുകളും നടക്കാറുണ്ട്. അതുപോലെ തന്നെ കൃത്യം 11 o'clock ആകുമ്പോൾ ഒരു 5 to 10 minutes ഫയർ വർക്ക്സ് നടക്കാറുണ്ട്. ഞങ്ങൾക്ക് അടുത്തൊരു ഗെയിമിൽ ഈ വലിയൊരു സ്റ്റഫിയും കൂടെ വിൻ ചെയ്തു കേട്ടോ. ഇത് മാത്രമല്ല, പല പല ഗെയിംസിലായിട്ട് നമുക്കൊരു 3-4 ഗിഫ്റ്റ് കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്റ്റാമ്പീഡ് വിശേഷങ്ങൾ. ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് ഇയർ നമുക്ക് വരാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. സോ സീ യു ഗൈസ് സൂൺ വിത്ത് അനദർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.